നമസ്കാരം എല്ലാവർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന CPO WCPO പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ കമന്റ് ബോക്സുകളിൽ നിരന്തരമായി വരുന്ന നിങ്ങളുടെ ക്വയറീസ്, നിങ്ങളുടെ സംശയങ്ങളാണ് നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സാധാരണ ചെയ്തു വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് റാങ്ക് ഫയൽ വാങ്ങണം, റാങ്ക് ഫയൽ എങ്ങനെ പഠിക്കണം തുടങ്ങിയ സംശയങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം ആദ്യം തന്നെ ഞാനങ്ങ് പറയാം. തംബ്നെയിലും പറയുന്നത് പോലെ തന്നെ റാങ്ക് ഫയൽ മാത്രം പഠിച്ചാൽ മതിയോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ആൾറെഡി ഞാൻ പലതവണ പറഞ്ഞതാണ്. ഒരു റാങ്ക് ഫയലിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുള്ളൊരു പഠനം എത്രമാത്രം സക്സസ്ഫുൾ ആകുമെന്ന് എനിക്കറിയില്ല. പൂർണ്ണമായും റാങ്ക് ഫയലിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നിലവിലത്തെ സ്ഥിതിയിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, നിലവിലത്തെ സ്ഥിതി എന്താ, കട്ട് ഓഫ് വളരെ കൂടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നിലവിലത്തെ അവസ്ഥ. അതുകൊണ്ട് തന്നെ ഒരു റാങ്ക് ഫയൽ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു കാരണവശാലും പഠനം മുന്നോട്ട് പോകേണ്ടതില്ല. പ്രത്യേകിച്ചും പുതിയ ആളുകൾ ഒട്ടും അങ്ങനെ പോകേണ്ടതില്ല എന്നുള്ളതാണ്. ഇനി റാങ്ക് ഫയൽ എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ്. അപ്പോൾ റാങ്ക് ഫയൽ എങ്ങനെ പഠിക്കണം എന്ന് പറയുന്നതിന് മുമ്പ് നമ്മുടെ ഈക്വൽസിന്റെ ഏറ്റവും പുതിയ ബാച്ച്, ഒന്നാമത്തെ ബാച്ച് ക്ലോസ് ചെയ്തു, സെക്കൻഡ് ബാച്ച് നമ്മൾ ഓപ്പൺ ആയിട്ടുണ്ട്. 10-ാം തീയതി മുതലാണ് നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. ഇപ്പോൾ തന്നെ നമ്മുടെ അഡ്മിഷൻ ഉറപ്പാക്കുക. ഈക്വൽസിന്റെ CPO ബാച്ചുകൾ പ്രത്യേകത അറിയാം. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകളെ ഈ പറയുന്ന സിവിൽ പോലീസ് ഓഫീസർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ ഒരു അക്കാഡമിയാണ് ഈക്വൽസ് എന്ന് പറയുന്ന അക്കാഡമി. നമ്മൾ ഈ ഒരു കാര്യത്തിൽ മാത്രം, ഇതും ഡ്രൈവറിന്റെ കാര്യത്തിൽ മാത്രമേ ഈ ഒരു അവകാശവാദം നമ്മൾ ഉന്നയിക്കുന്നുള്ളൂ. അപ്പോൾ ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ റാങ്ക് ഫയൽ എങ്ങനെ പഠിക്കണം എന്നുള്ളതിന്റെ ഉത്തരം ഞാൻ മുൻപൊരു വീഡിയോയിൽ പലതവണ പറഞ്ഞതാണ്, എങ്ങനെയാണ് നിങ്ങളുടെ പഠനം ചിട്ടപ്പെടുത്തേണ്ടതെന്നൊക്കെ. അപ്പോൾ റാങ്ക് ഫയൽ പഠിക്കുന്നതിന് മുമ്പിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക, PSC ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ചോദ്യങ്ങൾ കണ്ടെത്തുക തുടങ്ങിയുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങളുടെ കയ്യിലൊരു സിലബസ് ഉണ്ടാവും. പുതിയ സിലബസ് വന്നിട്ടില്ല, പഴയ സിലബസ് ആണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്. അതിൽ സ്പെഷ്യൽ ടോപ്പിക്കിലാണ് ചേഞ്ച് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ബാക്കിയെല്ലാം അതുപോലെ തന്നെ അവിടെ ഉണ്ടാവും. അപ്പോൾ അതിൽ PSCയിൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ വരുന്ന ക്വസ്റ്റ്യൻസ് വരുന്ന, ഏറ്റവും കൂടുതൽ PSC ഫോക്കസ് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷനുള്ള ഭാഗങ്ങൾ മാർക്ക് ചെയ്യുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ ഫോക്കസ് ചെയ്യപ്പെടുന്ന ഭാഗങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഇത് മനസ്സിലായില്ലെങ്കിലും, ഇത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലെങ്കിലും PQ നിങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, എടാ ഇത് ഇങ്ങനെ ചോദ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടല്ലോ, ആ ഒരു സാധനം നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ ഞാൻ പറഞ്ഞ അതുപോലെ അങ്ങ് ചെയ്താൽ മതി, പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്ത് പോയാൽ മതി. ഇനി അതൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ട്രാക്കിലേക്ക് ആയി കഴിഞ്ഞാൽ റാങ്ക് ഫയൽ നമ്മൾ വാങ്ങി തുടങ്ങുമല്ലോ. റാങ്ക് ഫയൽ വാങ്ങിക്കഴിഞ്ഞാൽ ഏത് റാങ്ക് ഫയലാണെന്ന് ഞാൻ പറയാം. അപ്പോൾ റാങ്ക് ഫയലൊക്കെ നിങ്ങൾ വാങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈമൾട്ടേനിയസ് ആയിട്ട് SSCRTയും റാങ്ക് ഫയലും കൂടി കൊണ്ടുപോകുക എന്നുള്ളത് ഏറ്റവും വലിയ കീ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. നിങ്ങൾ 5ാം ക്ലാസ് മുതലാണല്ലോ SCRT പഠിച്ചു തുടങ്ങാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ 5ാം ക്ലാസ്സിൽ ഒരു ചാപ്റ്റർ, എക്സാമ്പിൾ ആയിട്ട് ഇന്ത്യയിലൂടെയോ അല്ലെങ്കിൽ ഇന്ത്യ ചരിത്രം എന്നൊക്കെ പറഞ്ഞൊരു പല ചാപ്റ്ററുകൾ SCRTയിലുണ്ട്. നിങ്ങൾ 5ാം ക്ലാസ്സിൽ ഒരു ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് ആ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ, SCRTയിലെ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന റാങ്ക് ഫയൽ വെച്ചുകൊണ്ട് ആ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ഇന്ത്യയിലൂടെ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് SCRTയിൽ ഉണ്ടെങ്കിൽ അതിൽ കുറെ ഫാക്ട്സ് ഉണ്ടാവും. പക്ഷെ അതുപോലെ തന്നെ മിസ്സിംഗ് ആയിട്ട് കുറെ ഫാക്ട്സ് ഉണ്ടാവും. ആ മിസ്സിംഗ് ഫാക്ട്സ് നിങ്ങളുടെ റാങ്ക് ഫയലിൽ എടുത്തുകൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്തു പോകാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചും ചെയ്യാം. നിങ്ങൾ ഈ പറയുന്ന റാങ്ക് ഫയലിലാണ് തുടങ്ങുന്നതെങ്കിൽ റാങ്ക് ഫയൽ പഠിക്കുന്നതിനോടൊപ്പം തന്നെ SCRT പുസ്തകങ്ങൾ കളക്ട് ചെയ്ത് അതും ഒരുപോലെ തന്നെ, അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. പറഞ്ഞ പോയിന്റ് ഇത്രയേ ഉള്ളൂ. റാങ്ക് ഫയൽ മാത്രം വായിക്കരുത്, SCRT മാത്രം വായിക്കരുത്. ഇത് രണ്ടും സൈമൾട്ടേനിയസ് ആയിട്ട് ഒരേ സമയത്ത് ഇത് രണ്ടും കൂടി കൊണ്ടുപോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതെങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് തുടങ്ങാന്നുള്ളതാണ്. ഞാൻ എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞാൽ SCRT പഠിച്ച് അതിനോടൊപ്പം തന്നെ റാങ്ക് ഫയൽ, SCRT ആദ്യം പഠിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ പറയുന്ന റാങ്ക് ഫയലിലേക്ക് പോകുന്നു. അങ്ങനെ പഠിച്ചാൽ എല്ലാം കിട്ടുമെന്നില്ല, പക്ഷെ തുടക്കക്കാർക്ക് അതാണ് കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി ഏത് റാങ്ക് ഫയൽ വാങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് റാങ്ക് ഫയലിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി റാങ്ക് ഫയൽ ഇറക്കുന്ന ആളുകൾ എന്നെ ഒന്ന് തെറി വിളിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാലും ലക്ഷ്യ, ഈ പറയുന്ന ടാലന്റ്, ഈ രണ്ട് പ്രസിദ്ധീകരണങ്ങളുടെയും റാങ്ക് ഫയലുകൾ കുറച്ച് ബെറ്റർ അല്ല, അത്യാവശ്യം നല്ല പുസ്തകമാണ്. ആൾമോസ്റ്റ് എല്ലാ വിവരങ്ങളും അതിനകത്ത് കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ആ സോഴ്സ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ മറ്റേതാണെങ്കിലും എല്ലാ വിവരങ്ങളും അതിനകത്ത് ഉണ്ടാകണം എന്നുള്ളത് മാത്രമാണ് പോയിന്റ്. പിന്നെ ഇത്രയും വലിയ വലിപ്പമൊന്നും നോക്കണ്ട, അതിന്റെ വിലയൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്ക് ആവശ്യമുള്ള കണ്ടന്റുകളെല്ലാം അതിനകത്ത് ഉണ്ടോ എന്ന് നോക്കുക. റാങ്ക് ഫയൽ വാങ്ങിക്കഴിഞ്ഞാൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാം. നിങ്ങൾ പോയി സെലക്ട് ചെയ്യാന്നുള്ളതല്ല. അതല്ല ഞാൻ ഇവിടെ കിടന്ന് താള പഠിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. നിങ്ങളൊരു പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്കത് വായിച്ചാൽ ഓക്കെ ആണോ, മനസ്സിലാകുന്നുണ്ടോ എന്നുള്ളതല്ല. അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. ഏകദേശം എല്ലാ ബുക്കുകളിലൊക്കെ ഒരേ കണ്ടന്റ് തന്നെയാണ്. കൂടുതൽ വിവരങ്ങൾ ഇതിനകത്തുള്ളതെന്ന് മാത്രമാണ് ചോദ്യം. ഇനി റാങ്ക് ഫയലുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, റാങ്ക് ഫയലൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഉടനെ എടുത്ത് വായിച്ച് പോകുക എന്നുള്ളതല്ല. അതിന് ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. റാങ്ക് ഫയലിന്റെ ഫ്രണ്ടിൽ പേപ്പർ കാണുന്ന സാധനമാണ്. ഈ ഇൻഡെക്സ് അങ്ങോട്ട് എടുത്തിട്ട് അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സിലബസ് അങ്ങോട്ട് എടുത്ത് വയ്ക്കുക. എന്നിട്ട് ഈ സിലബസിനകത്ത് ഏറ്റവും കൂടുതൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷനുള്ള ഭാഗങ്ങൾ നിങ്ങളുടെ ഇൻഡെക്സിനകത്തോട്ട് മാർക്ക് ചെയ്യുക. ചിലപ്പോൾ മൗലിക അവകാശങ്ങൾ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സുമായി, മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതങ്ങോട്ട് മാർക്ക് ചെയ്ത് വെക്കുക. ഈ പറയുന്ന സിലബസും
നിങ്ങളുടെ ഇൻഡെക്സും ഈ പറയുന്ന റാങ്ക് ഫയലിന്റെ ഇൻഡെക്സും ഒരുപോലെ എടുത്തു വെച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ മാർക്ക് ചെയ്ത് വരുന്ന ഭാഗങ്ങൾ, ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ റാങ്ക് ഫയൽ അങ്ങോട്ട് മാർക്ക് ചെയ്യണം. എന്നിട്ട് ഈ റാങ്ക് ഫയലിൽ മാർക്ക് ചെയ്ത ഇൻഡെക്സിലുള്ള നമ്മുടെ സിലബസിൽ കൂടുതലുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ സിലബസിൽ കൂടുതലുള്ള ഭാഗങ്ങൾ മാർക്ക് ചെയ്ത് റാങ്ക് ഫയലിൽ വെക്കുക. ആ മാർക്ക് ചെയ്ത ഭാഗങ്ങൾ വേണം നിങ്ങൾ റാങ്ക് ഫയലിൽ ആദ്യം പഠിച്ചു തുടങ്ങാൻ. പുതിയ ആളുകളോടാണ് പറയുന്നത്, നിങ്ങൾ ഈ മെത്തേഡാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി സ്യൂട്ടബിൾ ആവുന്നത്. ചിലപ്പോൾ നമ്മുടെ ഈ ഷോർട്ട് ടൈമിൽ നിങ്ങൾക്ക് ഈ പറയുന്ന റാങ്ക് ഫയൽ വായിച്ചു തീർക്കാൻ പറ്റണമെന്നില്ല. അങ്ങനെ തീർന്നില്ലെങ്കിൽ പോലും നിങ്ങൾ ഒരു സൈഡിൽ SCRT ഈ പറയുന്ന വൃത്തിയായിട്ട് തീർത്തിട്ടുണ്ട്. ഈ പറയുന്ന റാങ്ക് ഫയൽ ഇൻഡെക്സിൽ മാർക്ക് ചെയ്ത മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൂടുതലുള്ള ഭാഗങ്ങളും നിങ്ങൾ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾമോസ്റ്റ് ഒരു 80% ടോപ്പിക്ക് ഉറപ്പായിട്ടും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പുസ്തകം ഏതാണെന്നുള്ളതല്ല ചോദ്യം, നിങ്ങൾ അതിനെ എങ്ങനെ ഡീൽ ചെയ്യുന്നുള്ളതാണ്. ചാടിക്കേറി ആദ്യം മുതൽ ചരിത്രം, ഭൂമിശാസ്ത്രം എന്ന് പറഞ്ഞ് പഠിച്ചൊന്നും പോരുത്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള, പഠിക്കാനൊക്കെ എളുപ്പമുള്ള, അതാണ് നിങ്ങളെ മടുപ്പിക്കുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, മടുപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചരിത്രത്തിൽ നിങ്ങൾക്ക് ഇപ്പം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ഇഷ്ടമാണെങ്കിൽ അത് നോക്ക്, കോൺഗ്രസ് INC കുറിച്ച് ഇഷ്ടമാണെങ്കിൽ അത് നോക്ക്, അത് നോക്കി തുടങ്ങുക. ഇതിനൊക്കെ ഓർഡറൊക്കെ ഉണ്ട്, സംഭവം ശരിയാണ്. പക്ഷേ നമ്മളിത് ഓർഡറിലൊക്കെ പഠിച്ചു വരുമ്പോഴത്തേക്ക് ഈ മൂടൊക്കെ പോകുന്നത്. നമ്മൾ കഷ്ടപ്പെട്ട് പഠിക്കുക, ചിലപ്പോൾ ജോലി കഴിഞ്ഞായിരിക്കും നിങ്ങൾ പഠിക്കാതിരിക്കുന്നത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാർഗ്ഗങ്ങൾക്കിടെ പരിപാടികൾക്കിടയിലായിരിക്കും നിങ്ങൾ ആ 2 മണിക്കൂർ കണ്ടെത്തുന്നത്. ഇതിനിടയിൽ ഏറ്റവും ബോറിംഗ് ആയിട്ടുള്ള, നിങ്ങൾക്ക് പണ്ട് മുതലേ ഇഷ്ടമല്ലാത്തൊരു ടോപ്പിക്കൊക്കെ ആദ്യമേ എടുത്തു കഴിഞ്ഞാൽ, പണ്ട് നമ്മൾ പറയാറുണ്ട് ഏറ്റവും പാടുള്ള ആദ്യം പഠിക്കണം, നല്ലെന്നേ. ഏറ്റവും പാടുള്ള ആദ്യം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 1 മാസം പോലും പഠിക്കത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഡിറ്റർമിനേഷൻ ഉണ്ടാവണം. ഈ ജോലിയില്ല, എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്നൊരു അവസ്ഥയാണെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അല്ലാത്ത ആളുകൾ നിങ്ങൾ തൽക്കാലം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാത്സ് ഇഷ്ടമുള്ളവർ മാത്സ് തുടങ്ങിക്കോ, ഇംഗ്ലീഷ് ഇഷ്ടമുള്ളവർ ഇംഗ്ലീഷ് തുടങ്ങിക്കോ, ഇനി SCRT വായിച്ച് തുടങ്ങുന്നവർക്ക് അങ്ങനെ വേണമെങ്കിലും തുടങ്ങാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. എന്തായാലും സ്വയം മടുപ്പിക്കാതിരിക്കുക. റാങ്ക് ഫയൽ വാങ്ങുന്നതോട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞ ഈ ബേസിക് കാര്യങ്ങൾ, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. സിലബസ് നന്നായിട്ട് പഠിക്കുക. ഇൻഡെക്സ്, ബുക്കിൻ്റെ ഇൻഡെക്സ്, നിങ്ങളുടെ റാങ്ക് ഫയലിൻ്റെ ഇൻഡെക്സ് നല്ല വൃത്തിയായിട്ട് വായിച്ചിരിക്കുക. അതായത് കാണാൻ പഠിക്കണമെന്നല്ല, അതിനെന്തൊക്കെയുണ്ട്, ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ഏറ്റവും കൂടുതൽ പോർഷൻസ് ഏതാണ്, ഇങ്ങനെയുള്ള ബേസിക് ധാരണകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് റാങ്ക് ഫയൽ ഇരിക്കുന്നതിൻ്റെ തന്നെ ഒരു ആവശ്യകത എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ ഇത്തരം കാര്യങ്ങളെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകണം. ഇതുപോലെ തന്നെ ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. തുടക്കക്കാർ സ്പെഷ്യൽ ടോപ്പിക് ഇപ്പോഴേ പഠിക്കണോ, സിലബസ് ഒക്കെ വന്നിട്ട് പോരെ എന്നുള്ളത്. ഒരു കാരണവശാലും നിങ്ങൾ അത് ചെയ്യേണ്ട കാര്യമില്ല. സ്പെഷ്യൽ ടോപ്പിക് അത്ര കാര്യമൊന്നുമല്ല. നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ ആൾറെഡി പറഞ്ഞ കാര്യമാണ്. സിമ്പിളായിട്ട് പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ്, ഈസി ആയിട്ട് പഠിക്കാവുന്നതാണ്. ഡേ ടു ഡേ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും സുഖമുള്ള 18-ലധികം 20-18 മേളിൽ മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴേ തുടങ്ങിക്കോളുക. നമ്മുടെ ബാച്ചിലൊക്കെ ആണെങ്കിൽ കുഞ്ഞു ടോപ്പിക്കായിട്ടാണ് കൊടുത്തു വരുന്നത്. ഒരു ദിവസം ഒരു പോർഷൻ മാത്രം കൊടുത്തുകൊണ്ട് 1, 2, 3, 4 സെക്ഷൻസ് വെച്ചാണ് പറഞ്ഞു പോകുന്നത്. നിങ്ങൾ അങ്ങനെ ഡേ ടു ഡേ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇപ്പം തുടങ്ങാവുന്ന സെക്ഷനാണ്. ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റാങ്ക് ഫയലിന്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എക്സാം എഴുതാൻ പറ്റില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പല ആളുകളും കോഴ്സുകളിലേക്കൊക്കെ പോകുന്നത്, അല്ലെങ്കിൽ അവിടെയുള്ള ആ റാങ്ക് ഫയൽ അല്ലാതെ കോഴ്സുകളിൽ പോകുന്നവർ സ്കോർ ചെയ്യുന്നതിന് റീസൺ അതാണ്. നമ്മൾ പല കാര്യങ്ങളും പഠിക്കും. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓവർ കോൺഫിഡൻസ് ആണ്. മാത്സ് ഒക്കെ നമ്മൾ സൂപ്പറായിട്ട് LCM, SCF, ഫ്രാക്ഷൻസ് ഒക്കെ നമ്മൾ പഠിക്കും. പക്ഷേ എക്സാം വരുമ്പോഴത്തേക്ക് നമ്മൾ ദിക്കടമായിട്ട് നിൽക്കുന്നതാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത്. അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എക്സാം പ്രാക്ടീസ് ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾ ഏത് റാങ്ക് ഫയൽ പഠിച്ചാലും, നിങ്ങൾ ഒരു പോർഷൻ പഠിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു 10 ക്വസ്റ്റ്യൻസ്, നിങ്ങൾ കോഴ്സിലൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ട് അതിനൊരു എക്സാം, അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടൊരു 10 ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാം ഈ പറയുന്ന നമ്മുടെ ടെലഗ്രാമിലൊക്കെ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് അതുമായി ബന്ധപ്പെട്ട് കിട്ടുന്നതാണ്. അതൊക്കെ എടുത്തു വെച്ചിട്ട് മാക്സിമം ഒരു എക്സാം ആയിട്ടെങ്കിലും മിനിമം എഴുതി നോക്കുക എന്നുള്ളതാണ്. നമ്മുടെ കോഴ്സിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. കൊടുക്കുന്ന ടോപ്പിക്കിന്റെ എക്സാം കൃത്യമായിട്ട് നടത്തും എന്നുള്ളതാണ്. നിങ്ങൾ കോഴ്സിലൊന്നും ഇല്ലെങ്കിലും എവിടെയും പഠിക്കാൻ പോകുന്നില്ലെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ എന്ത് പഠിച്ചാലും നിങ്ങൾ മിനിമം അന്നത്തെ ദിവസം തന്നെ ഒരു എക്സാം എങ്കിലും ആ ടോപ്പിക്കിന്റെ എഴുതിയിരിക്കണം. ഇത് മാൻഡേറ്ററി ആണ്. 100% നിങ്ങൾ ഇങ്ങനെ ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ആ ടൈം, നിങ്ങൾ ആ ഒരു ദിവസം അതിനു വേണ്ടി ചെലവാക്കിയ ടൈം വെറും വേസ്റ്റ് ആണ്. സോ എന്ത് പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾ അന്നത്തെ ദിവസം ഒരു എക്സാം കൂടി സ്വന്തമായിട്ടോ കൂട്ടുകാരെ കൊണ്ട് ഉണ്ടാക്കിയിട്ടോ കമ്പൈൻ സ്റ്റഡി ആണെങ്കിൽ അങ്ങനെ അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആ റാങ്ക് ഫയലുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ബോക്സിൽ, പുതിയ ആളുകൾക്കാണ് കൂടുതലും സംശയങ്ങളുള്ളത്, ഉറപ്പായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. ഇത്തരത്തിലുള്ള വീഡിയോസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. താങ്ക് യു.